അഭിഷേകും പൂജയും ഋഷിയും കൂടി 6 പേരിൽ ആരായിരിക്കും ജയിക്കുന്നതെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഭിഷേക് പൂജയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ആര് ജയിക്കുമെന്നാണ് തോന്നിയതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പൂജ പറയുന്നത്, എൻ്റെ കാര്യം വീട് നമുക്ക് വേറെ ആൾക്കാരെ എടുക്കാം എന്ന് ചോദിക്കുന്നുണ്ട്. ശ്രീരേഖ ചേച്ചിക്ക് ആര് ജയിക്കണമെന്നായിരിക്കുന്നു. അപ്പോൾ ഋഷി ഇപ്പം എങ്ങനെ ഇരിക്കുന്നത് പറയുന്നുണ്ട്. അപ്പോൾ അഭിഷേക് ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നു, ശ്രീരേഖ ചേച്ചിക്ക് അർജുനോ ശ്രീധോ ജയിക്കണമെന്നായിരിക്കും എന്ന് പറയുന്നു. പൂജ പറയുന്ന ശരി അവരായിരിക്കും, ശ്രീരേഖ ചേച്ചിക്ക് അവർ ജയിക്കണമെന്നായിരിക്കും എന്ന് പൂജ പറയുന്നു. എന്നിട്ട് ചോദിക്കുന്നു, റസ്മിൻ ആര് ജയിക്കണമെന്നായിരിക്കുന്നു. അപ്പോൾ അഭിഷേക് ചിന്തിക്കുക പോലും ചെയ്യാതെ പറയുന്ന ജാസ്മിൻ ആയിരിക്കും, ഉറപ്പായിട്ട് ജാസ്മിൻ ജയിക്കണമെന്നായിരിക്കും എന്ന് അഭിഷേക് പറയുന്നു. എന്നിട്ട് ചോദിക്കുന്നു, അപ്സരയ്ക്ക് ആര് ജയിക്കണമെന്നായിരിക്കും. അപ്പോൾ അഭിഷേക് പറയുന്നത്, ഇതും അർജുനോ ശ്രീധോ വല്ല ജയിക്കണമെന്നായിരിക്കും, അപ്സരയ്ക്കും അവർ ജയിക്കണമെന്നായിരിക്കും എന്ന് അഭിഷേക് പറയുന്നു. അപ്പോൾ പൂജ പറയുന്നു, അപ്പം നിങ്ങൾക്ക് സപ്പോർട്ട് കുറവാണെന്നാണോ എന്ന് പൂജ ഭയങ്കര ചിരിച്ചുകൊണ്ടൊക്കെ പറയുന്നു. അപ്പോൾ അഭിഷേക് പറയുന്നു, പിന്നെ അല്ലാതെ. ഋഷി പറയുന്നു, നിനക്കാര് ജയിക്കണം എന്നല്ലേ ചോദിച്ചു. അപ്പോൾ അതുമായിട്ട് ഇതെന്തോ ബന്ധമെന്ന് ഋഷി ചോദിക്കുന്നു. എന്നിട്ടും പൂജയ്ക്ക് ആര് ജയിക്കണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല. എന്നിട്ട് പറയുന്നു, ഗബ്രിക്ക് ആര് ജയിക്കണമെന്നായിരിക്കുന്നു. അപ്പം അഭിഷേക് പറയുന്നു, ജാസ്മിൻ ആയിരിക്കണമല്ലോ. അപ്പം ഋഷിക്കും അഭിഷേകിനൊരു ഡൗട്ട്, ജാസ്മിൻ തന്നെ ആയിരിക്കുമോ എന്നൊക്കെ. അതായത് ഗബ്രിക്ക് ജാസ്മിൻ ജയിക്കണമെന്ന് തന്നെ ആയിരിക്കുമോ എന്ന് ഒരു ഡൗട്ട്. എന്നിട്ട് അഭിഷേക് ചിന്തിച്ചിട്ടെന്ന് പറയുന്നു, അവർ പുറത്ത് പോകുമ്പോഴുള്ള അവസ്ഥ എങ്ങനെയാണോ അതാണൊക്കെ ഇരിക്കും ഗബ്രിക്ക് ജാസ്മിൻ തന്നെ ജയിക്കണമെന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം.